ബംഗളൂരുവിൽ സാംസങ് ഫോൺ ഓർഡർ ചെയ്ത ടെക്കിക്ക് കിട്ടിയത് കല്ല്. 1,85,000 രൂപ വില വരുന്ന ഫോണാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ പ്രേമാനന്ദ ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. പരാതിക്ക് പിന്നാലെ ആമസോൺ പണം തിരികെ നൽകി. പക്ഷേ KB ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. പല സന്ദർഭങ്ങളിൽ പലതും കിട്ടിയിട്ടുണ്ട്. ജീവനുള്ള പാമ്പിനെ അടക്കം പലർക്കും ഇത്തരത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും പണം തിരികെ നൽകി മാനം രക്ഷിച്ചത് നന്നായി അല്ലേ? വിശദവിവരങ്ങൾ എന്തൊക്കെ ശ്രീധരൻ? തീർച്ചയായിട്ടും മോത്തി, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആമസോണൊക്കെ വഴി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അത്തരത്തിൽ പല വസ്തുക്കൾ മാറ്റി ലഭിക്കുന്നത് വളരെ സംഭവിക്കാറുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. ഈ വെയിറ്റിൽ ചെറിയ വ്യത്യാസം തോന്നി. അതായത് ഇത് ഡെലിവറി ചെയ്തപ്പോൾ വെയിറ്റിൽ ചെറിയ വ്യത്യാസം തോന്നി. തുടർന്ന് അദ്ദേഹം ആ കംപ്ലീറ്റ് പ്രോസസ്സ്, അതായത് അൺബോക്സിങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫുൾ വീഡിയോയിൽ ചിത്രീകരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് തുറന്നു വരുമ്പോൾ, അതായത് കൃത്യം പാക്കിംഗ് ആണ്, സാംസങ്ങിൻ്റെ വില കൂടിയ ഫോൾഡിംഗ് ഫോണിൻ്റെ അതേ പാക്കിംഗ് ആണ്. അത് തുറന്ന് അവസാനം അതിലേക്ക് എത്തുമ്പോൾ ആ ചെറിയ ബോക്സിനുള്ളിൽ ഒരു പരന്ന ടൈല് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ഏതായാലും അദ്ദേഹം വല്ലാതെ ആശ്ചര്യപ്പെടുന്നുണ്ട്. 1,85,000 രൂപ മുടക്കിയാണ് ഇങ്ങനെ ഒരു ഫോൺ ബുക്ക് ചെയ്തത്. അതും ക്യാഷായിട്ട് അടയ്ക്കുകയും ചെയ്തു. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ തന്നെ ഈ വീഡിയോ സഹിതം കുമാരസ്വാമി ലേഔട്ട് പോലീസിൽ പരാതി നൽകി. ഈ പരാതിക്ക് പിന്നാലെ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആമസോണിനും അദ്ദേഹം പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആമസോൺ ആ പണം, അത്രയും തുക 1,85,000 രൂപ ഈ ടെക്കിക്ക്, അതായത് പ്രേമാനന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് തിരിച്ച് നൽകുകയാണ് ചെയ്തത്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ, ഈ സോപ്പ് ഒക്കെ ലഭിക്കുന്ന, ഫോണിന് പകരം സോപ്പൊക്കെ ലഭിച്ച സംഭവങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിലെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. സ്വാഭാവികമായിട്ട് ഡെലിവറി ബോയ് ഇത് മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ പ്രേമാനന്ദ ഡെലിവറി ബോയെ പലതവണ വിളിച്ചു, അയാൾ ഫോൺ എടുക്കാൻ തയ്യാറായില്ല. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇത്തരത്തിൽ സാധാരണ വരുമ്പോൾ ഈ ഡെലിവറി ബോയ് ആയി വരുന്ന ആൾക്കാർ ചെയ്യുന്നത് ഈ സാധനം തുറന്നു നോക്കി ഫോണാണ് നമ്മൾ, അല്ലെങ്കിൽ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളാണ് നമ്മൾ ഓർഡർ ചെയ്ത അതേ സാധനമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പോകാറുള്ളത്. ഈ ഘട്ടത്തിൽ അത് ഉണ്ടായില്ല എന്നതും ഈ ഒരു സംശയത്തിന് കാരണമാവുന്നുണ്ടാവും. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ശ്രമം ഈ ഉപഭോക്താവിൻ്റെ പ്രേമാനന്ദത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സാധാരണ നമ്മളൊക്കെ ഫോണൊക്കെ ഓർഡർ ചെയ്താൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമ്മളത് തുറന്ന് അത് ഫോണാണ്, അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പരിശോധിച്ച ശേഷമേ ഈ വില കൂടിയ വസ്തുക്കളൊക്കെ ഓർഡർ ചെയ്താൽ നമ്മൾ ആ ഡെലിവറി ബോയെ വിടാറുള്ളൂ. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. OTP ചോദിച്ചു, OTP പറഞ്ഞു കൊടുത്തു, ഉടൻ തന്നെ സാധനം കൈമാറി അദ്ദേഹം അവിടെ നിന്ന് പോയി. അതുപോലെ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വെയിറ്റിൽ ചെറിയ വ്യത്യാസവും ഈ പ്രേമാനന്ദന് തോന്നി. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ അദ്ദേഹം പകർത്തുന്നത്, തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നത്. ഏതായാലും ആമസോണിനെ സംബന്ധിച്ച് വല്ലാത്ത നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ വളരെ കുറഞ്ഞതാണ്. ഇത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പണം മുടക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സംഭവത്തിൽ പോലീസ് ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ ഡെലിവറി ബോയിയെ വൈകാതെ പിടികൂടും എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്.